അങ്ങനെ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കും. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ പരിശുദ്ധാത്മാവ് ഉള്ളവരൊക്കെയും ദൈവത്തിനുള്ളവര്, പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ദൈവത്തിനുള്ളവരല്ല. അപ്പോൾ നിങ്ങൾ പറയണം, സ്നാനമേറ്റ കുറെ പേര് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാമല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡൈവോഴ്സ് സംഭവിക്കുന്നത് വഴി നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ വിവാഹം നടത്താതിരിക്കുമോ? ഇല്ല. എന്നാൽ നോക്കുവാൻ ദൈവഭയമുള്ളവൻ വിശുദ്ധിയിൽ തികയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കർത്താവിന്റെ കൽപ്പനയിൽ താഴ്ത്തിക്കൊണ്ട് അവന്റെ കുടുംബജീവിതത്തെ സ്നേഹിച്ചുകൊണ്ട്, എനിക്ക് തന്ന ഭാര്യയെ ബഹുമാനിച്ചും സ്നേഹിച്ചുകൊണ്ട്, അവരുടെ കുറ്റങ്ങളെ ക്ഷമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവൾക്ക് തന്ന ഭർത്താവിനെ ബഹുമാനിച്ചും ഭർത്താവിന് കീഴടങ്ങിയും കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, ഓരോ വിവാഹ ജീവിതത്തിനും ഓരോ എതിർ കാര്യം നമ്മുടെ കണക്ക് തീർക്കണം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളിപ്പോ എവിടെ പോയി കഴിഞ്ഞാലും വിവാഹ ജീവിതങ്ങൾ തകർച്ച കാണാൻ പറ്റും. എന്നാൽ നിങ്ങളോട് ഞാൻ കാര്യം പറയട്ടെ, വിവാഹ ദിവസം നിങ്ങളൊരു വാഗ്ദത്തം ദൈവത്തോട് കരുതിയതല്ലോ, ഒരു പ്രതിജ്ഞ ചെയ്തതല്ലോ, മരണം വരെ ഞാൻ നിന്നെ പോറ്റി പുലർത്താമെന്നും ഞാൻ വിശ്വസ്തനായിട്ട് ഇരിക്കാമെന്നും തിരിച്ചും മറിച്ച് ഞാൻ നിനക്ക് കീഴടങ്ങിയിരിക്കാമെന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിന്റെ, യേശുക്രിസ്തുവിന്റെ, പിതാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ മുമ്പിലാണ് ഈ നിയമം നിങ്ങൾ ഇന്നെ പ്രതിജ്ഞ എടുത്തത്. മരിച്ചതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ചെയ്ത ഓരോ അതിർത്യങ്ങൾക്കും കണക്ക് തീർക്കുന്ന ആൾ നിങ്ങളുടെ കരം ബലപ്പെട്ടിരിക്കുമോ? നിങ്ങൾ വിചാരിക്കുന്നത് ചെറിയ കാര്യമാണ്. നല്ല പ്രിയപ്പെട്ടവരെ, ചെറിയ കാര്യമല്ല. അങ്ങനെയാണെങ്കിൽ നോക്കുവിന്, നിങ്ങൾ എല്ലാവരും പാപം ചെയ്തവരാ. ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും നിങ്ങൾ പാപം ചെയ്തവരാ. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ്? ഒന്ന് മടങ്ങി വരാന്, ആ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ഒന്ന് കുളിപ്പാന് നിങ്ങളെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ ദൈവത്തിന്റെ നീതിയിലേക്ക് ഒന്ന് തിരിച്ചു വരുവാനാണ് ഞങ്ങൾ സുവിശേഷം ഘോഷിക്കുന്നത്.